ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് റാഗീൻ്റെ പുട്ടാണ്. അതിനിടയിൽ തേങ്ങയ്ക്ക് പകരം ഞാൻ ചക്കയാണ് ഇട്ടത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ചക്ക നമുക്ക് തേങ്ങയ്ക്ക് പകരം ചക്ക ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ മാങ്ങയാണ് ഞാനെടുത്തത്. മാങ്ങയും പുട്ടും നല്ലൊരു ടേസ്റ്റാണ്. അത് പുട്ടിലിങ്ങനെ മാങ്ങ ഞരടിയിട്ട് കഴിക്കുക. പഴവും പുട്ടുമാണ് പണ്ടേ പോരുന്ന ഒരു സംഭവം. പുട്ടും പഴവും അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്. പക്ഷേ ഇവിടെ മാങ്ങയും പുട്ടും കൂടി നിങ്ങളത് കഴിച്ചു നോക്കിയാൽ. ഇത് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതാണ്. അത് ഞാൻ പകുതി കഴിച്ചിട്ട് അവിടെ വെച്ചത്. അപ്പോഴാണ് വിചാരിച്ചത് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെ ശുക്രമാമനെയും നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് അപ്പുറം ഈ കാണുന്നത് മാങ്ങാണ്ടിയാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിങ്ങനെ മാങ്ങാണ്ടി ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങാണ്ടി ഫുള്ളായിട്ട് ഞാനങ്ങ് കടിച്ച് വിഴുങ്ങുക. അതല്ല. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം ഉണ്ടാവും. ഞാൻ പറയാതിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മാങ്ങാണ്ടി ഇങ്ങനെ നല്ല രസമല്ലേ. മാങ്ങ ചെത്തിക്കഴിയുമ്പോൾ മാങ്ങാണ്ടിക്ക് വേണ്ടി അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന പിള്ളേരെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ പുട്ടും പഴവും വേണ്ട, പുട്ടും മാങ്ങയും കഴിക്കൂ. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇത് ബ്രൂ കോഫിയാണേ. എനിക്ക് ബ്രൂ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രൂ കോഫി ഉണ്ടാക്കിയത്. അപ്പം ബ്രൂ കോഫി കണ്ടോ. അപ്പം കോഫിയിൽ ശരിക്കും നമ്മൾ പഞ്ചസാര ഇടാതെ കുടിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇതിനകത്ത് പനക്കൽക്കണ്ടം അതാണ് ഇട്ടത്. അപ്പോൾ പഞ്ചസാര ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതാണ് ഉപയോഗിക്കാറ്, പനക്കൽക്കണ്ടം. അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാലത്തൊന്നും ചക്ക ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ ചക്ക കിട്ടി. ഇന്നലെ 2 ചക്ക കിട്ടിയായിരുന്നു. അമ്പതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.